ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറ്റിക്കുരുമുളകിനെ കുറിച്ച് ഉള്ളതാണ്. ഒരു കുരുമുളക് ചെടിയെങ്കിലും വീട്ടിൽ വളർത്തുവാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ സാധാരണ പടർത്തുന്ന കുരുമുളകാണെങ്കിൽ ഒരു താങ്ങിൻ്റെ അത്യാവശ്യമുണ്ട്. എല്ലാവർക്കും അതിന് സാധിച്ചൊന്നും വരില്ല. ഒരു താങ്ങ് കൊടുത്തിട്ട് പടർത്തുന്ന കുരുമുളക് ചെടി നട്ടു വളർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും വീട്ടിൽ കുരുമുളക് എങ്ങനെ നട്ടു വളർത്താം എന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഇത് ഞാനിവിടെ നട്ടു വളർത്തിയ 2 കുറ്റിക്കുരുമുളക് ചെടികളാണ്. അതായത് ഇതിപ്പോൾ ഒരു 4 മാസം പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പരിപാലിച്ചപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ തിരികളൊക്കെ വന്നു. പറിക്കാനൊക്കെ ആയ തിരികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എനിക്കിത് നട്ടു വളർത്തിയിട്ട് നല്ല സക്സസ് ആയതുകൊണ്ട് ആ ഒരു രീതികൾ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ലതുപോലെ കായ്ഫലം തരുന്ന മദർ പ്ലാന്റിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഇതുപോലെ കുറ്റിക്കുരുമുളക് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വള്ളികളായിട്ട് പടർന്നു പോകുന്ന മദർ പ്ലാന്റ്, അതായത് ഒരു 5-8 വർഷം പ്രായമുള്ളത്, കുറഞ്ഞതൊരു 5 വർഷം പ്രായമെങ്കിലും ഉണ്ടാവണം നമ്മുടെ മദർ പ്ലാന്റിന്. നന്നായിട്ട് ഇതുപോലെ കായ്ഫലം ഉള്ളതും ആയിരിക്കണം. അങ്ങനെയുള്ള പ്ലാന്റിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ പടർത്തുന്ന ചെടിയിൽ കാണിക്കുന്നില്ല. ഈ കുറ്റിക്കുരുമുളകിൽ തന്നെ നമ്മൾ ഏത് ടൈപ്പ് കമ്പാണ് മുറിച്ച് നടേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഉയരത്തിലോട്ടേക്ക് പടർന്നു പോകാതെ ഒരു സൈഡിലോട്ടേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കമ്പുകളാണ് നമ്മൾ സാധാരണ എടുക്കേണ്ടത്. അതായത് കുറഞ്ഞത് ഒരു 5 മുട്ടെങ്കിലും വേണം. 1, 2, 3, 4, 5, കുറഞ്ഞത് 5 മുട്ടെങ്കിലും വേണം. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു വൈ ഷേപ്പ് കണ്ടില്ലേ, വൈ ഷേപ്പ് ഇതുപോലെ. അതായത് ഇത് പടർന്ന് മേലോട്ട് പോകുന്ന തൈയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലോട്ടേക്ക് ഇങ്ങനെ ഉള്ള ബ്രാഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അതായത് വൈ ഷേപ്പിൽ വേണം. ഇതേപോലെ വൈ ഷേപ്പിൽ ഒന്നിൽ വേറൊരു ബ്രാഞ്ചും കൂടി ഇതുപോലെ വന്നിരിക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ കുറ്റിക്കുരുമുളക് ചെടി എങ്ങനെ നട്ട് പരിപാലിച്ചത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാനിത് ഒരു തൈ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചട്ടിയിലോട്ടേക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് തൈ നടുന്ന സമയത്ത് നല്ലതുപോലെ അടിവളം കൊടുത്തിട്ട് വേണം നടാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ മണ്ണ് എടുത്തിട്ടുണ്ട്. പകുതിയോളം ഞാൻ മണ്ണ് തന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഇത് ചാണകപ്പൊടിയാണ്. പിന്നെ മണൽ എടുത്തിട്ടുണ്ട്. ഇത് മണലില്ലെങ്കിൽ നിങ്ങൾ ചകിരിച്ചോറാണ് എടുക്കേണ്ടത്. മണൽ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, ചകിരിച്ചോറാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ അതായത് 50% മണ്ണും പിന്നെ ബാക്കി 50% നമ്മൾ മണലും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം എല്ലുപൊടി. ഈ മണ്ണ് കുമ്മായി ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3 ദിവസം വെള്ളം തളിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഒരു ചട്ടിയിൽ അതുപോലെ 3 ദിവസം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം തളിച്ച് വെച്ച പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടൊക്കെ ഞാൻ ഈ തൈ നടുവാണേ. നല്ലതുപോലെ ഉറപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഞാൻ വേറെ ഒന്ന് ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ 1 മാസത്തിന് ശേഷം മാത്രമേ വളം പ്രയോഗിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഇതിന് സാധാരണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വളം ഏതാണെന്ന് വെച്ചാൽ ജൈവ സ്ലറിയാണ്. അതായത് പച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷമാണ് ഞാനിതിന് ഒഴിച്ചു കൊടുക്കാറ്. നമുക്ക് കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കുറഞ്ഞത് 1, 2, 3, 4, 5 മുട്ടെങ്കിലും വേണം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുവാണ്. ഇതിനൊക്കെ വേരുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നടാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ
കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ രീതിയിൽ 2 മുട്ടുകളെങ്കിലും മണ്ണിനടിയിലോട്ടേക്ക് പോകത്തക്ക വിധത്തിൽ നമുക്കിത് നട്ടു കൊടുക്കാം. ഇതിൽ റൂട്ടിംഗ് ഹോർമോൺ ഞാൻ ചിരട്ടക്കരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലോട്ടേക്ക് നട്ടു കൊടുക്കുവാണ്. ഈ 2 മുട്ടുകളെങ്കിലും മണ്ണിനടിയിലോട്ടേക്ക് താഴത്തക്ക വിധത്തിൽ വേണം നമ്മളിത് നട്ടു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ? സർപ്പൻ ലെയറിങ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്, കാണുന്നില്ല? ഇവിടെ എല്ലാം നമുക്ക് ഓരോ തൈകളാക്കി എടുക്കാം. ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ വേറെ ഒന്ന്. വേരുകളുള്ള ഈ മൊട്ടുകളിലെല്ലാം നമുക്ക് ഓരോ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ? ഈ വേര് ഈ മണ്ണിലോട്ടേക്ക് പോകത്തക്ക വിധത്തിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മേലോളം മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കമ്പ് കുത്തിയിട്ട് ഇതാ ഇങ്ങനെ ഉറപ്പിച്ച് കൊടുക്കുക. ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മുള വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മാറ്റി ചട്ടിയിലോട്ടേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. മുള വന്നതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. പലർക്കും ഇത് നട്ടുപിടിപ്പിച്ചതിന് ശേഷം തിരി വരുന്നില്ല, ഇത് വന്നത് കൊഴിഞ്ഞു പോകുന്നു, കരിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്ന കേൾക്കാറുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഇതിന് പൊട്ടാഷ് കൊടുക്കേണ്ടി വരും. കുറ്റിക്കുരുമുളക് നമുക്ക് തറയിൽ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇലമുരുടിപ്പിന് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം വളം ചേർത്ത് കൊടുക്കണം. കരിമുണ്ട, വയനാടൻ, പന്നിയൂർ 1, 2 ഇവയൊക്കെ കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഇനങ്ങളാണ്. നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ച തൈ കുറച്ച് ദിവസം നമ്മൾ ഷെയ്ഡിൽ വെക്കണം. തിരികൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് എടുത്ത് വെക്കാൻ പാടുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.